പുനർജീവിപ്പിക്കുന്നതിനെ കുറിച്ച്, മരിച്ചു കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ തിരിച്ചെണീപ്പിക്കുന്നതിനെ കുറിച്ച് ആയത്തുകളിൽ അല്ലാഹു തആല ഉടനെ തന്നെ വരണ്ടു കിടക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ജീവൻ കൊണ്ടുവരുന്നതിലേക്ക് അല്ലാഹു ബന്ധിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യത്തിൽ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. ഉയർന്ന് എണീപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വല്ല സംശയത്തിലുമാണെങ്കിൽ അല്ലാഹു തആല പറയാണ്, അതിനുശേഷം മനുഷ്യന്റെ ലൈഫ് സൈക്കിൾ, അവൻ വന്ന ഘട്ടഘട്ടം അല്ലാഹു തആല ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ. നിങ്ങളെ മണ്ണിൽ നിന്നും, അത് കഴിഞ്ഞിട്ട് ബീജകണത്തിൽ നിന്നും, അത് കഴിഞ്ഞ് ഭ്രൂണമാക്കി. അവസാനം ആയത്തിന്റെ അവസാനം അല്ലാഹു തആല വതറൽ അർദ ഹാമിദഹ فإذا أنزلنا عليها الماء اهتزت وربت وأنبتت. വരണ്ടു കിടക്കുന്ന നിർജീവമായിട്ടുള്ള ആ ഭൂമിയിൽ അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു. ആ സമയത്ത് ആ വരണ്ടു കിടക്കുന്ന ആ നിർജീവമായിട്ടുള്ള ആ ഭൂമിയിൽ മഴ വർഷിക്കുന്നതുകൂടെ ആ ഭൂമി ഇളകി മറയുകയും വികസിക്കുകയും ചെയ്ത് ആ ഭൂമിയിൽ നിന്ന് പല സസ്യങ്ങൾ, പല ജീവനുകൾ, നിരവധി ചെടികൾ അവിടെ നിന്ന് വളർന്നു വരവാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ സസ്യങ്ങള്, ജീവനുകൾ ഈ ലോകത്ത് നിന്ന് എങ്ങനെയാണ് വളർന്നു വരുന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററികൾ, വീഡിയോകൾ നിങ്ങൾ കാണണം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അല്ലാഹു തആല നമ്മൾക്ക് നൽകുന്ന സൂചനകളാണ്. വരണ്ടു കിടക്കുന്ന, ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ, വരണ്ടു കിടക്കുന്ന ആ ഭൂമിയിൽ മഴ വന്ന് വർഷിക്കുന്നത് കൂടെ ആ ഭൂമിയിൽ നിന്ന് പലതരത്തിലുള്ള സസ്യങ്ങൾ മുളച്ചു വരുവാണ്. സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു തആല പറയുന്നു, ചിന്തിച്ചുകൊണ്ട് ആ പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പല ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല സസ്യങ്ങൾ അതിൽ നിന്ന് വിത്തുകൾ തേരിപ്പിച്ച് പല ഇടത്തായിട്ട് അതിന്റെ വിത്ത് മുളച്ചു വരികയാണ്. ചിന്തിക്കണം സഹോദരങ്ങൾ, നമ്മളും ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളും പോവാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ പിന്നിട്ട് വന്ന ആ വഴിയിലൂടെ ചിന്തിച്ചാൽ, നമ്മൾ കടന്നു വന്ന ആ വഴിയിലൂടെ നമ്മൾ ചിന്തിച്ചാൽ, ഒരു സമയത്ത് നമ്മൾ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു വിത്തായിരുന്നു, ഒരു ബീജമായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങൾ, ഒരു സസ്യത്തിൽ നിരവധി ബീജങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് മാത്രമേ വളർന്നു വരികയുള്ളൂ, കുറച്ച് മാത്രമേ മുളച്ചു വരുന്നുള്ളൂ. പലതും മറ്റുള്ള ജീവിയുടെ ഭക്ഷണമായിട്ട് തീർന്നുണ്ട്. അതേപോലെ കുറെ എണ്ണം ഉണങ്ങി പോകാറുണ്ട്. സസ്യങ്ങൾ, ആ ബീജങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കിയ സമയത്ത്, കണക്കാക്കിയ സ്ഥലത്ത് മുളച്ചു വരുവാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങൾ, ചില ബീജങ്ങൾ കാറ്റുവശിയായിട്ട് പല സ്ഥലങ്ങളിലേക്കും എത്തിയിട്ട് അവിടെ മുളച്ചു വരാണ്ട്, അതേപോലെ ചില പ്രാണിയുടെ ശരീരത്തിൽ അണ്ടിയിട്ട് അത് ആ പ്രാണി പോകുന്ന സ്ഥലത്ത് അത് അവിടെ വീണിട്ട് അവിടെ മുളച്ചു വരാറുണ്ട്. അല്ലാഹു തആല കണക്കാക്കിയ വിത്തുകൾ കണക്കാക്കിയ സ്ഥലത്ത് കണക്കാക്കിയ സമയത്ത് ഇതൊക്കെ മുളച്ച് ജനിച്ചു വരുവാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അൻആമിന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഓരോ വൃക്ഷങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളെ കുറിച്ച് പോലും അല്ലാഹു തആലക്ക്, ഓരോ ഇലകളെ കുറിച്ച് പോലും അല്ലാഹു തആലക്ക് ജ്ഞാനമുണ്ട്. അല്ലാഹു തആലക്ക് എല്ലാം അറിയാമെന്ന് അല്ലാഹു തആല അതിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളാകുന്ന വിത്തിനെ കുറിച്ച്, നമ്മളാകുന്ന ബീജത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ്, അല്ല എത്രയോ മില്യൺ കണക്കിന് ബീജങ്ങള് ആ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അല്ലാഹു കണക്കാക്കിയ സമയത്ത് കണക്കാക്കിയ ബീജം മാത്രം അവിടെ വളർന്നു വരുവാണ്. ഇതിനെക്കുറിച്ച് ഡോക്യുമെന്ററി ഒക്കെ നിങ്ങൾ കാണാം. അതിൽ പറയുന്നത്, ഒരു പുരുഷൻ ഒരിക്കൽ ശ്രമിക്കുന്ന സമയത്ത്, സെക്സ് ചെയ്യുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്ന് 300-ൽ നിന്ന് 400 മില്യൺ സ്പേം ബീജമാണ് കടന്നു വരുന്നത്. ആ 300-ൽ നിന്ന് 400 മില്യൺ സ്പേമിൽ നിന്ന്, ബീജത്തിൽ നിന്ന് ഒരെണ്ണം മാത്രം അള്ളാഹുവിന്റെ കതിരി പ്രകാരം, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു വരികയാണ് സഹോദരങ്ങളെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ DNA സ്ക്രിപ്റ്റഡാണ് സഹോദരങ്ങളെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഞാനും നീയുമൊക്കെ ഈ ലോകത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് വീണത്, ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് പോലും അതിന്റെ അധികാരം പോലും നമ്മൾക്കില്ല. അതിന്റെ ചൂസ് ചെയ്യാനുള്ള ആ ചോയ്സ് പോലും നമ്മൾക്കില്ല. അതൊക്കെ അള്ളാഹുവിന്റെ കതിരി പ്രകാരം നമ്മൾ ജനിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മളെ കുറിച്ചുള്ള അടുത്ത സ്റ്റേജിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ആ ഭൂമിയിലേക്ക്, ആ മരണത്തിന് ശേഷം മയ്യത്തിനെ കൊണ്ടുപോയി ആ ഭൂമിയിലേക്ക് വെക്കുകയാണ്. ആ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ, ആ ഖബറിലേക്ക് നമ്മുടെ ശരീരം വെക്കുകയാണ്. എന്നിട്ട് ഏത് രൂപത്തിലാണോ ആ സസ്യങ്ങൾ അല്ലാഹു തആല വളർത്തുന്നത്, പുനർജീവിപ്പിക്കുന്നത്,